കേന്ദ്രമായാലും ശരി, സംസ്ഥാനമായാലും ശരി, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളായാലും ശരി, ചരിത്രത്തെ വികലമാക്കുവാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ജനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസമേഖലയിലെ കടന്നുകയറ്റം തടയുക, നടപ്പിലാക്കുക, ശരിയായ പ്രശ്നം പരിഹരിക്കുക, ലഹരിയുടെ വ്യാപനം തടയുക, ധനപരമായി നഷ്ടപരിഹാരം നൽകുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക, തൊഴിലില്ലായ്മയ്ക്ക് അറുതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഭരണ നേതൃത്വങ്ങൾക്ക് മുമ്പിൽ പ്രധാനിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമുദായാത്മകത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തപ്പെടുന്ന അവകാശ സംരക്ഷണ റാലിയുടെ 2ാം ദിനത്തിന് സമാപന സമ്മേളനത്തിന് മുന്നോടിയായുള്ള റാലി പേരാവൂരിന്റെ ഹൃദയമുഖങ്ങളെ ആവേശഭരിതമാക്കിക്കൊണ്ട് അഭിനന്ദന്മാർ അണിനിരക്കുന്ന ഈ റാലിയിൽ നീതി ഔദാര്യമല്ല എന്ന സത്യം ഒരിക്കൽ കൂടി ഭരണ നേതൃത്വങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതെ, നീതി ജനാധിപത്യ ഭരണത്തിന്റെ നിർവഹണ രീതിശാസ്ത്രങ്ങളിൽ ആരും ആർക്കുമേലെ മറ്റു നീക്കുന്ന അപ്രശ്നമല്ല, മറിച്ച് ജനാധിപത്യ സംവിധാനത്തെ നികുതി നൽകുന്ന ഓരോ പൗരനും തുല്യമായ രീതിയിൽ വിഭാവനം ചെയ്യുന്ന അവകാശമാണ് എന്ന്
നിയമങ്ങൾ കളിക്കുന്നു. ജോർജ് അവകാശങ്ങൾ സംരക്ഷിക്കാൻ അനന്ത അഭിവാദ്യം ചെയ്യുക. സമാരംഭിച്ച അവകാശ സംരക്ഷണ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസിലെ സമാപന സമ്മേളനത്തിലേക്ക് ഈ വലിയ വലിയ
നീതി ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ ഇന്നത്തെ സമാപന സമ്മേളനത്തിൽ നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് നേതാവോത്സവനായിട്ട് ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ ജോർജ് മനാട്ടിനെ ആദരവറിയിച്ചു. നമ്മൾ ഇന്നലെ ഏതാണ്ട് 4 മണിയോടുകൂടി സ്ഥാനത്തൂരിൽ നിന്നും ഐതിഹാസികമായ ഒരു യാത്രയായിരുന്നു. അവകാശ സംരക്ഷണ യാത്ര. നമ്മളുടെ അവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തുകയാണ്. ഈ യാത്ര നിരവധി സ്വീകരണ കേന്ദ്രങ്ങൾ ഈ യാത്രയ്ക്ക് ലഭിച്ച സ്വീകരണങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും നമ്മൾ കണ്ടു. ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന നമ്മൾ കണ്ടതാണത്. കത്തോലിക്ക കോൺഗ്രസിന്റെ ശക്തിയാണ് റെമീജിയോസ് ഇപ്പരാരി പിതാവ്. പിതാവിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ജാഥാ ക്യാപ്റ്റനാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഈ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹമാണ് കത്തോലിക്ക കോൺഗ്രസിനെ കരുത്തുറ്റ് ജനകീയ പ്രസ്ഥാനമാക്കി ബഹുജനങ്ങളുടെ ആശാ കേന്ദ്രമാക്കി മുന്നോട്ടേക്ക് നയിക്കുന്നത് ശ്രീ രാജീവ് കൊച്ചുപറമ്പിലാണ്. അദ്ദേഹമാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ നമുക്ക് അടിവരയിട്ട് വയ്ക്കാം. ഇതിലെ നമ്മൾ ഉന്നയിച്ച പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ജോസഫ് കുട്ടി ഒഴുകിയിലാണ്. അദ്ദേഹം ഗ്ലോബൽ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ്. അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നയാളാണ് കൃഷിക്കാർക്ക് വേണ്ടി. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ അങ്ങോളം ഇങ്ങോളമുള്ള നാനാജാതി മതത്തിൽപ്പെട്ട വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മുമ്പിലൂടെ സാധാരണ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശ സംരക്ഷണ യാത്ര നടത്തുന്ന ഈ വേളയിൽ തലശ്ശേരി അതിരൂപതയിലെ അവസാനത്തെ സ്വീകരണ സ്ഥലമായ
പേരാവൂരിലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന കേരളത്തിന്റെ ധീരപുത്രനും മലയോര മക്കളുടെ ധീര നേതാവും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായിരിക്കുന്ന അഭിനന്ദമാർ ജോസഫ് പാമ്പ്രാനി പിതാവേ, കത്തോലിക്ക കോൺഗ്രസിന്റെ ബിഷപ്പ് ലഗേറ്റും താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിനന്ദ റെമിജിയസ് ഇന്ത്യനാടി പിതാവേ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജാഥാക്യാപ്റ്റങ്ങൾക്ക് കരഘോഷങ്ങളോടെ സ്വീകരിക്കാം, സ്റ്റേജിലേക്ക് ആനയിക്കാം. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റിനോട് ചേർന്ന് ജാഥയിൽ ഉള്ള ജാഥ അംഗങ്ങളെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ആ ജാഥാംഗങ്ങളെ നടത്തുവെന്ന മുമ്പിലുള്ളവര് സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, വളരെ പ്രത്യേകിച്ച് പേരാവൂരത്തെ ഇന്നത്തെ ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ഏറ്റവും അധ്വാനം ചെയ്ത പേരാവൂർ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെ അവകാശങ്ങൾ, ജീവിക്കുവാനുള്ള അവകാശങ്ങൾ. എന്തുകൊണ്ടാണ് ജീവിക്കുവാനുള്ള അവകാശങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്? അവർക്ക് ജീവിക്കണമെങ്കിൽ കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർഷകർക്ക് ഒരു കൈത്താങ്ങ് ലഭിക്കണം. ഇന്ന് അത് ലഭിക്കുന്നു.